KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര തുടങ്ങിയതോടെ തിരക്ക് അപകട ഭീഷണിയാകുന്നു. ഒറ്റ സർവീസിൽ 268 യാത്രക്കാരെ വരെ കയറ്റിയ ബസ്സുകൾ തിരുവനന്തപുരത്ത് ഉണ്ട് എന്നാണ് ടിക്കറ്റ് കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. സീറോ ടിക്കറ്റ് വഴി സാമ്പത്തിക തട്ടിപ്പുണ്ട് എന്ന ആരോപണത്തിന് ബലം നൽകുന്നതാണ് യാത്രക്കാരുടെ എണ്ണത്തിലെ സംശയാസ്പദമായ വർധന. സ്ത്രീകൾക്ക് യാത്ര സൗജന്യമായതോടെ പല ഓർഡിനറി ബസ്സുകളിലെയും കാഴ്ച ഇതാണ്. വണ്ടിയിൽ കയറ്റാവുന്നതിന്റെ ഇരട്ടിപ്പേരാണ് യാത്ര ചെയ്യുന്നത്. ഇതിന്റെ മറവിലാണ് ടിക്കറ്റിലെയും തിരിമറി. അതിശയം തോന്നും വിധമാണ് ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം. ആകെ സീറ്റ് 50. എന്നാൽ ഒരാഴ്ച മുമ്പ് മുരിക്കുമ്പുഴ പേരൂർക്കട ഓടിയ KSRTC ബസ്സിൽ ഒരു ദിവസം 10 ട്രിപ്പിലായി യാത്ര ചെയ്തത് 1813 പേർ. 268 പേർ ഒറ്റ ട്രിപ്പിൽ മാത്രം യാത്ര ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ യാത്രക്കാരെ തിരികെ കയറ്റി വണ്ടി ഓടിച്ചു, അല്ലെങ്കിൽ സീറോ ടിക്കറ്റ് തോന്നും പോലെ അടിച്ചു കയറ്റി. അപൂർവമായ ചില സ്ഥലങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം പൈസ വാങ്ങിക്കുന്നു, തിരക്കല്ലേ, അപ്പോൾ സീറോ ടിക്കറ്റ് കൊടുക്കുന്നു, ആരും ഇപ്പോൾ അതിൽ നോക്കുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ ഒരു സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ തുടങ്ങിയിട്ടില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയല്ലേ. അല്ല, ഇൻസ്പെക്ടർമാർക്കൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റിംഗിലെ തട്ടിപ്പ് നേരത്തെ തിരിച്ചറിഞ്ഞെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ടിക്കറ്റ് പരിശോധന നിലച്ചതാണ് ക്രമക്കേട് വ്യാപകമാകാൻ കാരണം. കണ്ടം ചെയ്യാറായ ഓർഡിനറി ബസ്സിൽ യാത്രക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ വൻ ദുരന്തമുണ്ടായേക്കും. സീറോ ടിക്കറ്റിന്റെ മറവിൽ തട്ടിപ്പുണ്ട് എന്ന് KSRTC നേരത്തെ തന്നെ കണ്ടെത്തിയതാണ്. പക്ഷേ തടയാൻ കഴിഞ്ഞില്ല. അതിന് തടയിടണമെങ്കിൽ ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായേ തീരൂ. പ്രൈം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.